ഐ എം ഷാരി സൂരജ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേര് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടോ, വെള്ളക്കൊടി പാറിക്കണം പോലുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സൺലൈറ്റ് ഒന്നും വേണ്ട ഇതിന് വളരാനായിട്ട്. ഇൻസൈഡാണ്, ഇൻഡോറും വെക്കാം, നമുക്ക് ഔട്ട്ഡോറും വെക്കാം. ഇൻഡോറാണ് വെക്കുന്നതെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്തൊക്കെ വെക്കാം. അപ്പം നന്നായിട്ട് ഇത് വളർന്ന് പൂവൊക്കെ ഫ്ലവറൊക്കെ ഉണ്ടാവും. ഔട്ട്ഡോർ വെക്കുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വേണം വെക്കാം, കാരണം പെട്ടെന്ന് ഇതിൻ്റെ ഇലകളൊക്കെ ബേണായി പോകും. അപ്പം നമ്മളെപ്പോഴും ഇത് നമ്മുടെ വീട്ടിലോട്ടൊരു സമാധാനം വരും എന്നുള്ള ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പീസ് ലില്ലി എന്നുള്ളൊരു പേര് വന്നത്. പീസ് ലില്ലി നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ സമാധാനം കൊണ്ടുപോകാന്ന് ഉള്ള പ്രതീകമായിട്ടാണ് ഞങ്ങൾ ഈ പീസ് ലില്ലി വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ഒരു പീസ് കിട്ടാനുള്ള ഒരു ഫ്ലവറാണ്. ഇതിന് അധികം കെയറിങ് ഒന്നും വേണ്ട. വീക്കിലി നമ്മൾ ഒരു 2 times ഒക്കെ വാട്ടർ ഒഴിച്ചാൽ മതി. നമ്മൾ വാട്ടർ ഒഴിക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കണമെങ്കിൽ വാട്ടർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയി തോന്നുന്ന സമയത്ത് നമ്മൾ ഇത്തിരി വാട്ടർ ഒഴിച്ചാൽ മതി. അധികം കെയറിങ് ഒന്നും വേണ്ട. പിന്നെ ഇലകളൊക്കെ നമുക്ക് ഈ ഉണങ്ങിപ്പോയ ഇലകളൊക്കെ വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ബാക്കി ഇലകൾക്കും കൂടെ അത് ഒരു എനർജറ്റിക് അല്ലാത്ത രീതിയിൽ ബാക്കി ഇലകളും കൊഴിഞ്ഞു പോകുന്നതാണ് ഒരു ഇത്. അതുകൊണ്ട് നമുക്ക് ഇലകളൊക്കെ നമുക്ക് ഉണങ്ങിയ ഇലകൾ കട്ട് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സമാധാനത്തിൻ്റെ പ്രതീകമാണ് പീസ് ലില്ലി.